ഹായ് ഫ്രണ്ട്സ്, അമ്മൂട്ടിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കുട്ടികളായാലും ഇപ്പോൾ എന്നെപ്പോലെയുള്ള കുട്ടികളായാലും ഇപ്പോൾ പേന മഷയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചുമരും ഇങ്ങനെ എഴുതിയുള്ള സ്വഭാവം നമുക്ക് പിള്ളേർക്കുള്ളതാണ്. പിന്നെ ഇച്ചിരി പ്രായമൊക്കെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് വീഴ്ചയിടുമ്പോൾ മെനക്കേടാവുന്നു. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ കാണിച്ചത്. അതിലേക്ക് ഞാൻ ഇതുപോലെ ഇരിക്കും. കാരണം ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇതിൽ ഇടുന്നത് പറഞ്ഞുതരാം. ഞാൻ ഇത് കലക്കി വെച്ചതുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണിച്ചു തരാൻ പറ്റില്ല. കാരണം ഇച്ചിരി ഇതുണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ ഇടുന്നത് നമ്മൾ പാത്രം കഴുകണ ലിക്വിഡ് എന്ന് വെച്ചാൽ നമ്മൾ പാത്രം കഴുകുമ്പോൾ ഒരു ചെറിയ ലിക്വിഡ് വിമ്പ് എന്ന് പറഞ്ഞിട്ടൊരു ലിക്വിഡ് കിട്ടും. അപ്പോൾ ആ ലിക്വിഡ് നമ്മൾ ഒഴിച്ചിട്ട് ലിക്വിഡ് ആയില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തുടയ്ക്കണ ഇതോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. ലിക്വിഡ് പിന്നെ മറ്റേ ലിക്വിഡ് വേണം, പിന്നെ പേസ്റ്റ് വേണം, പേസ്റ്റ് വേണം 3 മതി. ലിക്വിഡ് വേണം, പേസ്റ്റ് വേണം, നാരങ്ങ നീര് വേണം. അപ്പോൾ ഇത്രയും 3 കൂട്ടാണ് നമുക്ക് വേണ്ടത്. പ്രത്യേകിച്ച് വേണ്ടത് അതാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഓരോ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കളർ പെൻസില് സ്കെച്ച് എൻ്റെ കയ്യിലില്ല. എന്നാലും ഇവിടെ എന്തോ വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനാണ് വരച്ചിട്ടത്. അത് എഴുതി എന്തോ ഇട്ടുണ്ടായിരുന്നു. അത് മാച്ച് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ചാർജറിൽ ഇട്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കണത്. മറന്നുപോയി ചാർജറിൽ. അപ്പം നമ്മൾ അത് നമ്മൾ ഇതെടുക്കാം കേട്ടോ. അത് കാണാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് വെള്ളയമ്മ നമ്മൾ ഓറഞ്ച് കളറ് സ്കെച്ച് എടുക്കുന്നത്. പിന്നെ പേന ബ്ലൂയിങ് പേന കേട്ടോ. ബ്ലാക്ക് ഏതായാലും കുഴപ്പമില്ല. പിന്നെ സ്കെച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചെയ്ത് കാണിച്ചു തരാവേ. ഇപ്പോൾ വീഡിയോ എടുക്കാൻ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ചെറിയ വിഷമൊക്കെ ഉണ്ടാവും. അതായത് നമ്മൾ ക്രയോൺസ് വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. ക്രയോൺസ് വെച്ചിട്ട് ഇതിവിടെ ഞാൻ വരയ്ക്കാൻ പോവാണേ. ഇവിടെ വരച്ചിട്ടുണ്ട്. ഇത് മെഴുകല്ല, കളർ പെൻസിലാണ് കേട്ടോ. ഞാൻ എടുത്തേക്കാണ് കളർ പെൻസിലാണ് കേട്ടോ. ഞാൻ എൻ്റെ ചുമരുമ്പോൾ ഫുള്ള് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്നത് പേനയാണ്. പേന വെച്ചിട്ട് മെഴുക് എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് തോന്നുന്നല്ലേ. മെഴുകുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മെഴുക് വെച്ച് കാണിച്ചു തരാം. ഇത് നമ്മൾ പേന വെച്ചിട്ട് ഇതിൻ്റെ അരുവത്ത് തന്നെ ഞാനിട്ട് കാണിച്ചു തരാവേ. ഇത് പേന വെച്ചിട്ട് പോകുന്നെങ്കിൽ അറിഞ്ഞൂടാ. ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് പരിചിട്ടില്ല. പേന വെച്ചിട്ട് ഇത് കളർ പെൻസിൽ വെച്ചിട്ട്. അപ്പോൾ പേനയും കളർ പെൻസിലും കഴിഞ്ഞിട്ടുണ്ട്. സ്കെച്ച് തെളിയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, തെളിയുന്നുണ്ട് കേട്ടോ. ഏകദേശമൊക്കെ തെളിഞ്ഞുണ്ട്. ഇങ്ങനെ ആക്കാൻ പറ്റുന്നില്ല കേട്ടോ ഗൈസ്. അത് സ്കെച്ച്, ഇത് കളർ പെൻസിൽ, പേന, പിന്നെ ഇത് സ്കെച്ച് ഇട്ടാ. ഈ 3 കൂട്ടാണ് നമ്മൾ മെയിനായിട്ട് എടുക്കണം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതെടുക്കാം. കളർ വേണമെങ്കിൽ എടുക്കാം. കളർ എടുക്കണില്ല. കളറില്ലാത്തതുകൊണ്ട് നമ്മൾ പെൻസിലാണ് എടുക്കണം. പെൻസിലിൻ്റെ അതിൻ്റെ അകത്ത് ഇങ്ങനെ വരയ്ക്കാനുണ്ട്. കണ്ട, ഇത് 3 കൂട്ടം 4 കൂട്ടം ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ലിക്വിഡ് എടുത്തിട്ട് ചെയ്ത് വെക്കാൻ പോകട്ടെ. ലിക്വിഡ് ഞാനൊരു കൈ കൊണ്ട് പിടിക്കണതുകൊണ്ട് എനിക്ക് ഇത് പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ പെൻസിലാണ് കേട്ടോ ചെയ്ത് നോക്കണം. എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ സ്പീഡ് കൂട്ടുന്നില്ല. സ്പീഡ് കൂട്ടിയാൽ നിങ്ങൾ വിചാരിക്കും സ്പീഡിൽ ചെയ്യുമ്പോൾ വേഗം നിങ്ങൾ വിചാരിക്കും. അതുകൊണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് മെല്ലെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ തുണി വെച്ചിട്ട് ഒരു ക്ലോത്ത് വെച്ചിട്ട് നമ്മളൊന്ന് നമ്മൾ സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാട് ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് കാണിച്ചു തരാം. നമുക്ക് ഒരു കോട്ടൻ്റെ ഒരു തുണി എടുത്തിട്ട്
ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ ഇവിടെ പെൻസിൽ ആ കളർ പെൻസിലിൻ്റെ ഇത് പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ എടുത്തതെന്ന് പറയുന്നത് ഞാൻ പേസ്റ്റും ഒക്കെ എടുത്തു, പക്ഷേ മറ്റേ അതിൽ ഇതുണ്ടായില്ല, ഡിഷ് വാഷ് ഉണ്ടായില്ല. ഡിഷ് വാഷ് ഉണ്ടെങ്കിൽ അത് ചോദിക്കായിരുന്നു. ഞാനതുകൊണ്ട് തുടയ്ക്കണം ഉപയോഗിക്കണം എടുത്ത കേട്ടോ. ഞാനത് ലിക്വിഡ് ഉണ്ടാക്കുന്ന വീഡിയോ വേറെ ഇടാം, എനിക്ക് നേരമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പം അടുത്തത് നമ്മൾ വീണ്ടും ഇതിലേക്ക് മുക്കാണ്, ബ്രഷിലേക്ക് ആക്കിയിട്ട് ഉണ്ടോ ചേർത്തിട്ടുണ്ട്. നമ്മളിത് പേനയാണ് കേട്ടോ സ്ക്രബ് ചെയ്യാൻ പോകുന്നത്. അയ്യോ, പേന നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് പോലും അറിയില്ല, പേന ആയതുകൊണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ക്ലോത്ത് എടുക്കാം. എപ്പോഴെപ്പോഴും ഞാൻ ഇത് വരണതാണെന്ന് വെച്ചിട്ട് ക്ലോത്ത് എടുത്തിട്ട് നല്ലോണം ഒന്ന് തുടച്ച് വെക്കാം. വേണ്ടോ, നമുക്കിത് എത്രത്തോളം സക്സസ്ഫുള്ളായി നോക്കി. ഇവിടെ ഞാൻ പെൻസിൽ യൂസ് ചെയ്തു, ഇവിടെ പേന യൂസ് ചെയ്തപ്പോൾ പേനയുടെ പെട്ടെന്ന് പോവില്ല, കുറച്ച് നേരം പിടിക്കും. സ്കെച്ച് ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പേന നല്ല ടൈറ്റ്നെസ് ഉണ്ട് ഇതാക്കാനാട്ടോ. അപ്പോൾ അതുകൊണ്ട് അടുത്തത് നമ്മൾ എടുക്കണം, മുക്കിയിട്ട് ഇപ്പോൾ എടുക്കാം കേട്ടോ. ഇനി നമ്മൾ സ്കെച്ചാണ് കേട്ടോ. സ്കെച്ച് ഞാനിവിടെ മാച്ചപ്പോൾ ഇവിടെ കുറച്ച് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്കെച്ച് എത്രത്തോളം പോകുമെന്ന് എനിക്കറിയാം. സ്കെച്ച് പോകട്ടെ, നല്ലോണം പോവുക സ്കെച്ച് കേട്ടോ. ഞാൻ ഇനി എടുക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് അടുത്തത് നമ്മൾ പെൻസിൽ കേട്ടോ. പെൻസിൽ വേഗം പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പെൻസിലും സ്കെച്ചും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ടാറ്റാ.